ഇനി നമുക്ക് ഈ മഴക്കെടുതികളിലേക്ക് പോകാം. കാരണം സംസ്ഥാനത്ത് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വലിയ വ്യാപകമായ മഴയാണ്. മഴക്കെടുതിയിൽ ഇന്ന് 2 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇടുക്കി മാങ്കുളം താളുംകണ്ടത്ത് കനത്ത മഴയിൽ യുവാവ് പുഴയിൽ വീണ് മരിച്ചു. പുഴയിലേക്ക് കാല് തെറ്റി വീണാണ് താളുകണ്ടം സ്വദേശി സനീഷ് മരിച്ചത്. ആലപ്പുഴ മട്ടാഞ്ചേരിയിൽ മരം വീണ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ആലപ്പുഴ ആറാട്ടുവഴി സ്വദേശി ഉസൈനാണ് മരിച്ചത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസും ആലപ്പുഴയിൽ നിന്ന് ദേവൻ എംപിയും ചേരുന്നു. ആദ്യം ആൽവിനിലേക്ക് പോവാണ്. ആൽവിൻ, ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇടുക്കിയിൽ. ഒപ്പം വലിയ മഴയാണ്. സ്ക്രീനിൽ രാവിലെ മുതൽ തന്നെ ആൽവിൻ കുടചൂടി നിൽക്കുന്നത് കാണാം. അപ്പോൾ അതിനർത്ഥം ഇപ്പോഴും അവിടെ മഴ തുടരുകയാണ്. മഴക്കെടുതികളും ഉണ്ട്. ഈ പെട്ടെന്ന് മണ്ണിടിച്ചിൽ സാധ്യത അടക്കമുള്ള സ്ഥലമാണ് ഇടുക്കി. അപ്പോൾ എങ്ങനെയാണ് മുന്നൊരുക്കങ്ങൾ, കാര്യങ്ങളൊക്കെ? മഴ ഇപ്പോഴും തുടരുകയാണ്. ഒപ്പം തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. സേതുലക്ഷ്മി, മഴക്കെടുതിയിൽ ഒരു മരണം ഇടുക്കിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വളരെ സങ്കടകരമായ സംഭവം. ഇന്നലെ രാത്രിയിലാണ് ഈ താളുംകണ്ടം, അതായത് അടിമാലിക്കും മൂന്നാറിനും ഇടയിലുള്ള മാങ്കുളം എന്ന പ്രദേശത്തെ താളുംകണ്ടം എന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു മരണം ഉണ്ടായത്. താളുംകണ്ടം എന്ന് പറയുന്നത് ഒരു ആദിവാസി മേഖലയാണ്. ആദിവാസി കുടിയിലുള്ള സുനീഷ് എന്ന ആളാണ്, 23 വയസ്സുകാരനാണ് മരിച്ചത്. ഇന്നലെ രാത്രി ബന്ധുവിൻ്റെ വീടിന് പോയ ശേഷം തിരികെ മടങ്ങി വീട്ടിലെത്തുകയും പോകുന്ന വഴിയിൽ പാറയിൽ നിന്ന് കാല് തന്നെയാണ് ഈ സുനീഷ് പുഴയിലേക്ക് വീഴുന്നത്. താളുംകണ്ടത്തിന് അടുത്തുള്ള ഒരു പുഴയിലേക്കാണ് വീണത്. ഇവിടെ തലയടിച്ച് വീഴുകയും തല പൊട്ടി രക്തം വാർന്ന് പിന്നീട് സുനീഷിനെ അവിടെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും അടക്കം നടത്തിയ തെരച്ചിലാണ് സുനീഷിൻ്റെ മൃതദേഹം ഈ താളുംകണ്ടത്തു നിന്ന് കണ്ടെത്തുന്നത്. ഈ തൊട്ടടുത്ത് തന്നെ ഈ കുടിയോട് ചേർന്ന് തന്നെ കൃഷിയിടമുണ്ട്. ഈ കൃഷിയിടത്തിൽ വെള്ളം കയറിയോ എന്നത് നോക്കുന്നതിന് വേണ്ടി കൂടിയാണ് സുനീഷ് അവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബന്ധുക്കൾ അങ്ങനെയാണ് പറഞ്ഞത്. അതിനിടയിൽ പാറയിൽ നിന്ന് തെന്നി ഈ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ നൽകിയിരിക്കുന്ന വിവരം. മൂന്നാർ പോലീസ് അടക്കം അവിടെ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ നടത്തി വരികയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മഴക്കെടുതിയിൽ അങ്ങനെ ഒരു മരണമാണ് ഇടുക്കിയിൽ നിന്ന് ഇന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഹൈറേഞ്ച് ലോ റേഞ്ച് മേഖലകളിൽ രാവിലെ മഴ ഒതുങ്ങി നിന്നെങ്കിലും ഇപ്പോൾ പലയിടങ്ങളിലും മഴ അതിശക്തമായി തന്നെ പെയ്യുന്നുണ്ട്, ഇടപെട്ട് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഇതോടൊപ്പം തന്നെ നേര്യമംഗലം പാലം മുതൽ ഇരുമ്പ് പാലം വരെയുള്ള പ്രദേശത്ത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്നതായി നമുക്ക് അറിയാൻ കഴിയുന്നു. ഈ പ്രദേശം എന്ന് പറയുന്നത് വനമേഖലയാണ്. ഈ വനമേഖലയിൽ നിരവധി വലിയ മരങ്ങൾ ഈ വഴിയരികിലുണ്ട്. അപകടകരമായ രീതിയിൽ ഇത് നിൽക്കുന്ന ഒരു അവസ്ഥയുമുണ്ട്. ആ മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യത നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അത്തരമൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഈ വനമേഖലയിൽ കൂടിയുള്ള യാത്രകൾ വിനോദസഞ്ചാരികളും അതോടൊപ്പം തന്നെ മറ്റ് യാത്രക്കാരും അനാവശ്യ യാത്ര ഒഴിവാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു നിർദ്ദേശമായി ജില്ലാ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. പെരിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു മുന്നറിയിപ്പായി ജില്ലാ ഭരണകൂടം നൽകുന്നു. ക്രമാതീതമായി പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്നത് ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകി വരികയാണ്. 3 ചെറു ഡാമുകൾ ഇപ്പോൾ തന്നെ തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ 3 ഡാമുകൾ മലങ്കരയും അതോടൊപ്പം തന്നെ പാമ്പളയും കല്ലാർകുട്ടി ഡാമും, ഈ 3 ഡാമിൻ്റെ ഷട്ടറുകൾ ഇപ്പോഴും ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ്. ഏതായാലും അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകുന്നു. കാര്യം വെള്ളിയാഴ്ച ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുന്നതോടെ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ളൊരു ഒരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗം കണക്കിലെടുത്താണ് ഈ മണ്ണിടിച്ചിൽ അതോടൊപ്പം തന്നെ മരം വീഴാനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെയും ആളുകൾ വിട്ടുനിൽക്കണമെന്നുള്ളത് അറിയിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഇത്തരം പ്രദേശങ്ങളിൽ കഴിയുന്നവരുണ്ടെങ്കിൽ അവരെ മറ്റ് ക്യാമ്പുകളിലേക്ക് നീക്കണമെന്നുള്ള നിർദ്ദേശവും ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇടുക്കിയുടെ ഹൈറേഞ്ച് ലോ റേഞ്ച് മേഖലകളിൽ ഇപ്പോൾ ഇടപെട്ട് ശക്തമായ മഴ തുടരുകയാണ്. ശ്രീലക്ഷ്മി. ശരി ആൽവിൻ, ആലപ്പുഴയിലേക്ക് പോകുന്നു. ദേവൻ എം പി ചേരുന്നുണ്ട്. ദേവൻ, നമ്മൾ ഈ ഇടുക്കിയിൽ പറഞ്ഞതുപോലെ സമാനമാണ് ആലപ്പുഴയിലും ഒരു മരണം, മഴക്കെടുതിയിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യെല്ലോ അലേർട്ട് നിലനിൽക്കുകയാണ് ആലപ്പുഴയിൽ. മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഒപ്പം മഴക്കെടുതികളുണ്ടോ, താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിലാകും എന്ന് കാലാവസ്ഥാ കേന്ദ്രം ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. സേതുലക്ഷ്മി, ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിലവിൽ മഴയ്ക്ക് നേരിയൊരു കുറവുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. കാരണം രാവിലെ മുതലൊന്നും കാര്യമായി മഴ ലഭിക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലും അതോടൊപ്പം തന്നെ ഉണ്ടായ ജില്ലയിൽ ശക്തമായി വീശിയടിച്ച കാറ്റിലും ജില്ലയിൽ ഏകദേശം 108ഓളം വീടുകളാണ് പൂർണ്ണമായും ഭാഗികമായും എല്ലാം തകർന്നത്. എടത്വ പഞ്ചായത്തിൽ ഒരാളുടെ വീട് പൂർണ്ണമായും തകർന്നിരുന്നു. ഒപ്പം തന്നെ
ജില്ലയിൽ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട ഒരു മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിന് സമീപം മഴയത്ത് മരം കടപുഴകി വീഴുകയും അതിൽ ബൈക്ക് യാത്രികരായിരുന്ന ദമ്പതികൾ മഴ മൂലം അടുത്തുള്ള ഒരു കടയിലേക്ക് കയറി നിൽക്കുകയും ചെയ്തിരുന്നു. ഈ മരം ഇവരുടെ മുകളിലേക്ക് മറിഞ്ഞു വീഴുകയും ഭർത്താവായ ഉനൈസിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴുകയുണ്ടായിരുന്നു. ഏകദേശം 10 മിനിറ്റോളം ഈ മരത്തിന് കീഴിൽ കിടന്നതിന് ശേഷമാണ് അടുത്തുള്ള സാമിൽ നിന്നുള്ള തൊഴിലാളികളെല്ലാം എത്തുകയും ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും എല്ലാം ചെയ്തിരുന്നത്. ഈ 2 ദിവസമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഈ ഉനൈസ് എന്ന് പറയുന്ന വ്യക്തി. ഇന്നിപ്പോൾ പുലർച്ചെ ഇദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലയിൽ സ്ഥിരമായി വെള്ളം കയറാറുള്ള അപ്പർ കുട്ടനാട് അടക്കമുള്ള മേഖലകളിലെല്ലാം തന്നെ ഇപ്പോൾ വെള്ളക്കെട്ട് ഉയർന്നു തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ വരവോടുകൂടി ആയിരിക്കും ഈ അപ്പർ കുട്ടനാട് മേഖലകളിലെല്ലാം ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. പമ്പ, മണിമല ആർ ഉൾപ്പെടെയുള്ള നദികളിൽ ജലനിരപ്പ് ഇപ്പോൾ അപകടകരമായ രീതിയിൽ ഉയർന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ദുരന്ത നിവാരണ വകുപ്പ് അടക്കം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ അടുത്ത സമീപ ജില്ലകളിൽ കോട്ടയം, പത്തനംതിട്ട അടക്കമുള്ള സമീപ ജില്ലകളിൽ മഴ ശക്തമാകുന്നതോടുകൂടി ഇവിടെ നിന്നുള്ള കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം ഈ പമ്പ, മണിമല ആർ വഴി ആലപ്പുഴ ജില്ലയിലേക്ക് എത്തുകയും തുടർന്ന് ഈ അപ്പർ കുട്ടനാട് അടക്കമുള്ള മേഖലകളിലേക്ക് ജലം എത്തുകയും ഈ മേഖലകളിലെല്ലാം ജലം ഉയരുകയും ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസം NDRFൻ്റെ സംഘം തലവടി പഞ്ചായത്ത് അടക്കം എത്തുകയും ഇവിടുത്തെ സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ ഇവിടുന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം പഞ്ചായത്തും അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും അടക്കമായി ചർച്ച നടത്തുകയും ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തിരുന്നു. ഏതായാലും നിലവിൽ ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ ശക്തമായ മഴ ലഭിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാം. സേതുലക്ഷ്മി. ശരി ദേവൻ. അങ്ങനെ മഴക്കെടുതികളിൽ സംസ്ഥാനത്ത് 2 മരണം, ഒന്ന് ഇടുക്കിയിലാണ്, മറ്റൊന്ന് ആലപ്പുഴയിലും. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുകയായിരുന്നു ആൽവിനും ഒപ്പം ദേവനും.